അസ്സലാമലൈക്കും. കോഴിക്കോട് താമരശ്ശേരിയിൽ 23 വയസ്സുള്ള ഷിബിലെ ഭർത്താവ് അതിക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. അതിനെക്കുറിച്ചിട്ട് ഇപ്പൊ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങൾ പുറത്തു വിട്ടിരിക്കുന്നത് അതിന്റെ ഷിബിലയുടെ സഹോദരിയും അവരുടെ ഒരു അയൽക്കാരും പിന്നെ പോലീസുകാരുമാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത്. ഈ ഷിബില മുന്നേ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്തിരുന്നു. എന്നാൽ ആ പരാതി വീട്ടുകാരോടോ മറ്റുള്ളവരോടോ ഒന്നും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു പരാതിയാണ്. എന്നാലും പോലീസുകാർ ഇപ്പൊ അത് പുറത്തു വിട്ടിരിക്കുകയാണ്. ഈ പോലീസുകാരുടെ അടുത്ത് ചെന്ന് പറഞ്ഞ് ഷിബില ചെന്ന് പരാതി കൊടുത്തത് ഇവനാണെങ്കിൽ ഭയങ്കര ലൈംഗിക വൈകൃതമുള്ള ഒരുത്തനാണ്. ആ ഒരു പ്രശ്നം കാരണമാണ് ഷിബിലേക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല, അതിന് എങ്ങനെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നും പറഞ്ഞിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിരുന്നത്. ഷിബില പറയുന്നത് ഇങ്ങനെ: രാത്രി ആയി കഴിഞ്ഞാൽ ജീവിക്കാൻ സമ്മതിക്കത്തില്ല, ലഹരി ഉപയോഗിച്ചിട്ട് വന്നിട്ട് ഭയങ്കര അതിക്രമമാണ് ലൈംഗിക അതിക്രമമാണ് കാണിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യനെ പോലെ അല്ല പെരുമാറുന്നത്. ഈ ലഹരി അങ്ങോട്ടുള്ളിലേക്ക് ചെന്നിട്ട് ഭയങ്കരമായ ലൈംഗിക അതിക്രമമാണ് കാട്ടിക്കൂട്ടുന്നത്. അത് ഷിബിലയ്ക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഇതെല്ലാം കൊണ്ടുവന്ന് ഷിബിലയോടാണ് തീർക്കുന്നത്. ഇനി അതുകൊണ്ടാണ് ഞാൻ ഇവന്റെ കൂടെ പോകുന്നില്ല എന്ന് പറഞ്ഞതെന്നാണ് ഷിബില പറയുന്നത്. തയ്യാറല്ല, എനിക്ക് ഇവന്റെ കൂടെ താമസിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ അപ്പം ഞങ്ങൾ ലീഗൽപരമായിട്ട് എന്ത് സഹായങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോഴും കൗൺസിലിങ്ങിന് കൊണ്ടുപോകാം, നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ പോയിട്ട് കൗൺസിലിംഗ് ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു അതൊന്നും വേണ്ട, എനിക്കിനി തീരെ താല്പര്യമില്ല. കാരണം ഇവന് ദേഹോപദ്രവത്തിന് പുറമെ ഈ രാത്രി കാലങ്ങളിലൊക്കെ വന്നിട്ട് ലൈംഗികമായിട്ടും ഭയങ്കര ഉപദ്രവം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിനി അത് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇപ്പോൾ ഒരു മോളുണ്ട്, ആ മോളെ കൂടെ ഞാൻ നല്ല നിലക്ക് മോളെ കൊണ്ട് ഞാൻ അങ്ങനെ ജീവിച്ചോളാം എന്നുള്ളൊരു ഇതാണ്. അത്രയും പ്രയാസത്തിലായിരുന്നു പെൺകുട്ടി ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ലൈംഗികപരമായിട്ടുള്ള ഈ ഒരു ഇഷ്യൂസ് എനിക്ക് കാണിക്കുന്നുണ്ട്. അതാണ് തീരെ പറ്റാത്തതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷിബിലയുടെ സഹോദരി പറയുന്നത് ഇങ്ങനെ: എന്റെ കൂടെ പഠിച്ചതാണ് അവൻ, ആ സഹോദരിയുടെ കൂടെ പഠിച്ചതാണ് ഈ യാസിർ. അവനാണെങ്കിൽ 8ാം ക്ലാസ് മുതലേ ലഹരി അഡിക്റ്റ് ആണ്. 8ാം ക്ലാസ് മുതൽ ഇവൻ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവനാണെങ്കിൽ ഒരു തട്ടുകട ഉണ്ടായിരുന്നു. അതായത് ഒരു ഉമ്മയെ കൊന്ന ഒരുത്തന്റെ കൂടെ ഷെയർ ചേർന്നിട്ടാണ് ഇവൻ തട്ടുകട നടത്തിയിരുന്നത്. ആ തട്ടുകടയുടെ മറവിൽ ഇവന് ലഹരി കച്ചവടമായിരുന്നു അവിടുത്തെ മെയിൻ പരിപാടി. ഇത് നാട്ടുകാർ കണ്ടുപിടിച്ച് ആ കട അങ്ങ് പൂട്ടിച്ച്. ഈ ലഹരിയാണ് അവനും അടിച്ചിരുന്നത്. ഈ ലഹരി അടിച്ചിട്ടാണ് അവൻ ലൈംഗിക അതിക്രമങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത് ആ ഷിബിലയോട്. ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടി നിസ്സഹായായി പോയി. ഈ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെ മാതാപിതാക്കളോട് പറയും? ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടി പെട്ടുപോയി എന്ന് തന്നെ പറയാം. ഇപ്പൊ അവരുടെ വീട്ടുകാർ പറയുന്നത് ഇവളെ ഇറങ്ങിപ്പോയതല്ല, അവളെ ഭീഷണിപ്പെടുത്തിയിട്ട് അവൻ കൊണ്ടുപോയതാണ് എന്ന്. നിക്കാഹ് കഴിച്ചിട്ട് ഇവനെ ഇവരെയും കൊല്ലുന്നുള്ള ഭീഷണീൻ്റെ ഇതിലാണ് പിന്നെ അവൻ്റെ കൂടി പോകേണ്ടി വന്നത്. അല്ലാണ്ട് ഒരു കാരണവശാലും ആദ്യം തോന്നിട്ടേച്ച് ഓൾ പോകില്ലായിരുന്നു. അന്നേ അവൻ കത്തി കൈക്ക് കരുതി നടക്കുന്നുണ്ട്. അപ്പോൾ അവളോട് കാണിച്ചും കൊടുത്ത് എന്നെ കൊല്ലും, എന്നാൽ ഞാൻ കൊല്ലു, ഓൻ്റെ പോയാൽ കൊല്ലു, എൻ്റെ കുടുംബത്തിനെയും കൊല്ലും, ഓൻ്റെ കുടുംബത്തിനെ. അങ്ങനെയാന്ന് ഓട് ഞങ്ങളോട് പറഞ്ഞ്. അങ്ങനെയാണ് ഞാൻ ഈ വലയിൽ പെട്ടുപോയത്. പറയുന്നത് ശരിയല്ല. നിക്കാഹ് കഴിഞ്ഞൊരു പെണ്ണായിരുന്നു ഷിബില. വീട്ടുകാരെ വഞ്ചിച്ചിട്ട് അവൾ ഓടിപ്പോയതാണ്. അന്ന് അവര് കൈയൊഴിഞ്ഞതുമാണ്. അന്ന് അവൾക്ക് മാതാപിതാക്കളെയും വേണ്ട, ഉമ്മ വേണ്ട, വാപ്പ വേണ്ട, കുടുംബക്കാര് വേണ്ട, ആരും വേണ്ട. ഈ കഞ്ചാവിന് അടിമയായ യാസൂറിനെ മാത്രം മതി എന്നും പറഞ്ഞിട്ടാണ് ഇവൾ അന്ന് ഇറങ്ങിപ്പോയിരുന്നത്. അങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് നിക്കാഹ് കഴിച്ചവനെ പോലും വഞ്ചിച്ചിട്ട് ഇവള് പോയതാണ്. എന്നിട്ട് ഇപ്പൊ പറയാണ് ഭീഷണിപ്പെടുത്തിയിട്ട് കൊണ്ടുപോയതാണ്. അതൊക്കെ വെറും നുണയാട്ടോ. എന്തായാലും അനാഥയായി പോയത് ആ പിഞ്ചു കുഞ്ഞാണ്. 3 വയസ്സുള്ള ആ പിഞ്ചു കുഞ്ഞാണ്. ആ കുട്ടി ഇപ്പൊ ഉമ്മായെ തിരക്കിയിരുന്ന് കരച്ചിലാണ്. ഒരുപാട് കരയാണ്. ഉമ്മായെ കാണണം എന്ന് പറഞ്ഞിട്ട് ആ പിഞ്ചു കുഞ്ഞ് 3 വയസ്സ് മാത്രമുള്ള ആ പൊന്നുമോളിരുന്ന് കരയുവാണ്. അപ്പൊ ഈ കുഞ്ഞിനെ സമാധാനിപ്പിക്കുകയാണ്. ഉമ്മ ഇപ്പൊ വരും, ഉമ്മ ഒരിടത്ത് പോയിരിക്കുവാണ്, ഉമ്മ ഇപ്പൊ വരും എന്ന് പറഞ്ഞിട്ട് അവര് സമാധാനിപ്പിക്കുകയാണ്. മോള് ഉറക്കത്തൊക്കെ നെട്ടിപ്പോണ്ട് ഇന്നലെ പറഞ്ഞ്. പിന്നെ ഇവിടുത്തെ ഒരു മോളുണ്ട്, അമ്മായിന്റെ മോന്റെ മോള്, ഓളോട് പറഞ്ഞ് പിന്നെ എന്റെ ഉമ്മന്റെ അടുത്ത് ആക്കി താത്ത
അങ്ങനെ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഉമ്മൻ്റെ അടുത്ത് പോകണം എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയും ഉമ്മക്ക് വാവ് കാണാം, അത് മാറിയിട്ട് വരുമെന്ന്. അപ്പം എന്നോട് പറഞ്ഞു ഉമ്മ വന്നിട്ട് ഉമ്മനെ കൂട്ടി ഫോട്ടോ എടുക്കാൻ നോക്കുന്നു. ഓളെ ബർത്ത്ഡേ ആയിരിക്കും കുറച്ച് മുന്നേ. അപ്പോൾ അതിന് ഞാൻ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് കേക്കൊക്കെ മുറിച്ച്. അപ്പോൾ അതൊന്നും ഓന് പറ്റിയില്ല, ഓനെ വിളിച്ചില്ല, ഓനോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു ഓന്. എന്നിട്ട് ഓളെ ഡ്രസ്സൊക്കെ എടുത്ത് കത്തിച്ചാൽ. ഈ യാസറിന്റെ ഉമ്മ കഴിഞ്ഞ ദിവസം മകനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോസും ഒക്കെ ആയിട്ട് വന്നിരുന്നു. എന്റെ മകൻ പാവമാണ്, യാസറിനെ അറിയത്തില്ല, കഞ്ചാവ് എന്താണെന്നോ മയക്കുമരുന്ന് എന്താണെന്നോ ഒന്നും അറിയത്തില്ല, ഒരു പച്ച പാവമാണ് എന്റെ മകൻ, അവൻ ലഹരിക്കൊന്നും അടിമയല്ല എന്നും പറഞ്ഞിട്ടൊക്കെ ഒരു വീഡിയോസും ഒക്കെ ആയിട്ട് യാസറിന്റെ ഉമ്മ വന്നിരുന്നു. പക്ഷെ അവർക്ക് നന്നായിട്ട് അറിയാം ഈ യാസർ ലഹരിക്ക് അടിമയാണെന്നും അവൻ തെറ്റുകാരനാണെന്നും ആ ഉമ്മായിക്ക് അറിയാം. പക്ഷെ അവരത് മറച്ചു വെച്ചിട്ട് മകന് സൈഡ് ചേർന്ന് നിൽക്കുകയാണ് അവര്. ലഹരിക്ക് അടിമപ്പെട്ടവന്റെ കൂടെ ഒരു ജീവിതം അത് ഒരിക്കലും നടക്കത്തില്ല. അത് ഒരു പെൺകുട്ടിക്കും സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരിക്കാം. പ്രത്യേകിച്ച് ഇപ്പൊ മാതാപിതാക്കളെ ധിക്കരിച്ച് പോയി കഴിഞ്ഞാല് ആ ജീവിതത്തിൽ എന്ത് ബർക്കത്തുണ്ടാവാനാ? ഓന് അതേ സ്പോട്ടിൽ തന്നെ ഇവിടെ വന്നെങ്ങാനും ഓളെ കൂട്ടി ഓളെ നല്ലോണം നോക്കൂന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് പോയി ബൈക്കുമരൊക്കെ കയറ്റി കൊണ്ടുപോയി. ഓളാടെ പോയപ്പോൾ റൂമിലിട്ട് വാതിലടിച്ച് ഓളെ മോന്തൊക്കെ ഒരു തല്ല് കൊടുത്തതാ. അപ്പോൾ ഓള് പിന്നെ വന്നപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓൻ നല്ലോണം തല്ലലുണ്ട്, കള്ള് കുടിച്ചിട്ട് ഉപദ്രവിക്കും, എന്തൊക്കെയോ പറയും. ഓന് പറയുന്നവനോ എന്നെ പറഞ്ഞെടുക്കുമല്ലോ ഓളോട്. ഓളങ്ങനെ എടുങ്ങാറാക്കിക്കേണ്ട നിൽക്കുമെന്ന് ഓള് പറയലുണ്ട്. ഓൻ്റെ ഉമ്മ പറയുന്നത് ഫുള്ള് കള്ളത്തരം. എന്താ വെച്ചാൽ ഓനെല്ലാ സ്വഭാവവും ആദ്യമേ ഉണ്ട്, ചെറുപ്പം മുതലേ ഉണ്ട്. ഓനിൻ്റെ ഒപ്പം പഠിച്ചതാണ്. ഓല് ഇവിടെ അങ്ങ് ആദ്യം കൂടിയത് ഇവിടെ. അന്ന് പിന്നെ ഓല് രണ്ടാളും സ്നേഹിച്ച് പോയതാ. എന്നപ്പോൾ അന്നൊക്കെ അതിൻ്റെ മുന്നേ ഞങ്ങൾ പഠിക്കുന്ന ടൈമിന് 8ാം ക്ലാസ് അങ്ങ് മുതലേ ഓൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ഓന് 10ാം ക്ലാസ് വരെ പോയുള്ളൂ, +1 കുറച്ചേ പോയുള്ളൂ. ഓൻ അങ്ങനെ സ്കൂളൊന്നും പോയില്ല. ഓൻ എന്നും സ്കൂൾ വിട്ടെന്ന് വേഗം ഇങ്ങോട്ടോ പോന്നിട്ട് 12-നൊക്കെ കഴിഞ്ഞിട്ടേ വീട്ടിൽ കയറുള്ളൂ. ഓൻ്റെ ഉമ്മയും ഓനുമായിട്ട് എന്നും കച്ചറായി. ലഹരിക്ക് അടിമയായ ഇവന് ഒരിക്കലും പുറത്തുവിടാൻ പാടില്ല. ഇവൻ എന്തായാലും നടക്കാൻ പോകുന്നത് ഇവൻ കുറച്ചു നാൾ കഴിഞ്ഞിട്ട് ഇവൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഈ കുഞ്ഞിനെ വേണമെങ്കിൽ അവൻ അവകാശം പറഞ്ഞ് വന്ന് കൊണ്ടുപോകും. അതൊക്കെയാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും ആ ഉമ്മയെ വിളിച്ച് കരയുന്ന ആ ഒരു പൊന്നു മോളുണ്ടല്ലോ, ആ കുട്ടി എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കഴിയും? എത്ര നാളെടുക്കും ആ കുഞ്ഞ് ഇതിനോടൊന്ന് പൊരുത്തപ്പെട്ടു വരാൻ തന്നെ? ആ കുഞ്ഞ് ഇപ്പോഴും ഉമ്മയെ വിളിച്ചിട്ട് കരയുവാണ്. എന്തായാലും ആ ഷിബിലേക്ക് നീതി കിട്ടട്ടെ, ആ കുടുംബത്തിന് സമാധാനം കിട്ടട്ടെ. വീടല്ലേ